ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇന്ന് നമുക്ക് പുതിയ ടോപ്പിക് പഠിക്കാം. മാക്കോമാക് ആൻഡ് യാഗർ ടാക്സോണമി. ഇത് രണ്ട് എഡ്യൂക്കേഷനിസ്റ്റാണ് അല്ലേ? നിങ്ങൾക്കറിയാം, നമ്മുടെ നേച്ചറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മുടെ നാച്ചുറൽ സയൻസിൽ വരുന്നത് അല്ലേ? ഈ നാച്ചുറൽ സയൻസിൻ്റെ അതിൻ്റെ നേച്ചറിനെ പറ്റി പഠിക്കാനായിട്ട് സയൻറ്റിസ്റ്റ്സ് പല സ്കിൽസും ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഒബ്സർവ് ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്താണ് പല കൺക്ലൂഷനിലും അവർ എത്തിച്ചേരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ സയൻസിനെ രണ്ട് ബ്രോഡ് ഡൊമൈനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്, കണ്ടൻറ് ഡൊമൈനും പ്രോസസ് ഡൊമൈനും. പക്ഷേ ഈ മാക്കോമാക് ആൻഡ് യാഗർ ഈ രണ്ടുപേരും ലേണിംഗ് ഓഫ് സയൻസ് 6 ഡൊമൈനിലായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആ 6 ഡൊമൈനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ഡൊമൈനാണ് കോൺസെപ്ച്വൽ ഡൊമൈൻ. ഈ കോൺസെപ്റ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതൊരു പുതിയ വാക്കൊന്നുമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഓരോന്നിനെ പറ്റിയും ഓരോ കോൺസെപ്റ്റ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. ഇപ്പോൾ നിങ്ങൾ അനിമൽസ് എന്ന് പറയുമ്പോൾ അനിമൽസിനെ പറ്റി നിങ്ങളുടെ മനസ്സിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ ഒരു പശുവിൻ്റെ പിക്ചറായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അത് 4 കാലുള്ളതെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മങ്കിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ മങ്കി ഇങ്ങനെ മരത്തിൽ കയറണമെന്നോ, അങ്ങനെ ഓരോരോ കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പം നമ്മളുടെ പഴയ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴോ ആ കോൺസെപ്റ്റിനെ നമ്മൾ ബ്രോഡൻ ചെയ്ത് അതൊരു മോഡിഫൈ ചെയ്ത് പുതിയൊരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ മനസ്സിൽ ആ ഡൊമൈൻ മാറും അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ പ്രോസസ്സ് അങ്ങനെയാണ് അല്ലേ? അതുപോലെ തന്നെ നോയിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡൊമൈനിൽ എന്തൊക്കെ വരും, എന്തൊക്കെ നമ്മളവിടെ പഠിക്കുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ഫാക്ട്സ്, കോൺസെപ്റ്റ്സ്, ലോസ്, പ്രിൻസിപ്പിൾസ്, എക്സിസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് ആൻഡ് തിയറീസ്. എന്തുകൊണ്ട് ഇവിടെ എക്സിസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയണേ? നിങ്ങൾക്കറിയാം, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്. അത് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ അത് കറക്റ്റ് ആവാം അല്ലെങ്കിൽ അത് തെറ്റുമാവാം. അപ്പോൾ എക്സ്പെരിമെൻ്റ് അനുസരിച്ചാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ടെൻറ്റേറ്റീവ് ആയിട്ടൊരു കൺക്ലൂഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അല്ലേ? ഇതെല്ലാം എന്തിൽ വരും? ഡൊമൈൻ 1 വരും, അതായത് നോളജ് ഡൊമൈനിൽ വരും. ഇനി നമുക്ക് ഡൊമൈൻ 2 ഏതാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് പ്രോസസ് ഡൊമൈൻ. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൽ എക്സ്പ്ലോറിങ് ആൻഡ് ഡിസ്കവറിങ്, അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡീപ്പായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ഡീപ്പായിട്ട് അതിനെ നോക്കിക്കണ്ട് പലതും കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് പ്രോസസ് ഡൊമൈൻ. ദിസ് ഡൊമൈൻ ഫോക്കസസ് ഓൺ ദ യൂസ് ഓഫ് പ്രോസസ്സസ് ഓഫ് സയൻസ് ടു ലേൺ ഹൗ സയൻറ്റിസ്റ്റ് തിങ്ക് ആൻഡ് വർക്ക്. നമ്മൾ പറഞ്ഞു, സയൻറ്റിസ്റ്റ്സ് ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് പല പ്രോസസ്സ് യൂട്ടിലൈസ് ചെയ്താണ് അല്ലേ? അപ്പോൾ അതെല്ലാം ഈ പ്രോസസ് ഡൊമൈനിൽ വരുന്നത്. പ്രോസസ് ഡൊമൈൻ ഇൻക്ലൂഡ് 13 പ്രോസസ് സ്കിൽസ്. അത് ഏതൊക്കെയാണ്? ഒബ്സർവിങ്, ക്ലാസിഫൈയിങ് ആൻഡ് ഓർഗനൈസിങ്, മെഷറിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, യൂസിങ് നമ്പർ റിലേഷൻസ് ആൻഡ് പ്രെഡിക്റ്റിംഗ്. ഇനി ബാക്കിയുള്ളത് അടുത്ത സ്ലൈഡിലാണ്. ഇത് നമുക്ക് നോക്കാം. ഒബ്സർവിങ്, ഇപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻ്റ് എടുക്കാം. മെൻഡൽസ് എക്സ്പെരിമെൻ്റ് തന്നെ എടുക്കാം. പീ പ്ലാന്റിലാണ് എക്സ്പെരിമെൻ്റ് നടത്തിയത്. അപ്പോൾ എന്തൊക്കെ അവിടെ മെൻഡൽ ഒബ്സർവ് ചെയ്തു? അതായത് ഇപ്പോൾ ടോൾ പ്ലാന്റും ഡ്വാർഫ് പ്ലാന്റും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏത് റേഷ്യോ ആണ് ഫസ്റ്റ് ഫീലിയൽ ജനറേഷന് കിട്ടിയത്, സെക്കൻഡ് ഫീലിയൽ ജനറേഷന് ഏത് ടൈപ്പുള്ള പ്ലാന്റ്സ് കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്തു അല്ലേ? അപ്പോൾ ഈ സയൻസിൽ പലതും കണ്ടുപിടിക്കാൻ വേണ്ടി സയൻറ്റിസ്റ്റ് നടത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവിങ്. ദെൻ ക്ലാസിഫൈയിങ് ആൻഡ് ഓർഗനൈസിങ്, അതും നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് തന്നെ വെച്ച് നോക്കാം. മെൻ്റൽ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തു? എത്ര ടോൾ പ്ലാന്റ്, എത്ര ഡ്വാർഫ് പ്ലാന്റ്, എത്ര വയലറ്റ് കളർ ഫ്ലവർ, വൈറ്റ് കളർ ഫ്ലവർ, വയലറ്റ് അല്ല, പർപ്പിൾ കളർ ഫ്ലവർ. അതേപോലെ തന്നെ പോഡിൻ്റെ ഷേപ്പ്, അങ്ങനെ പല രീതിയിൽ പല ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് അല്ലേ? പിന്നെ എന്തൊക്കെ മെഷർ ചെയ്തു? അവിടെ ഹൈറ്റ് മെഷർ ചെയ്തു അല്ലേ? അങ്ങനെ മെഷറിങ്. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് എന്താണ്? ഇപ്പോൾ മെൻ്റൽ ഇതെല്ലാം കണ്ടുപിടിച്ചു, നമ്മൾ എങ്ങനെ അറിഞ്ഞു? അതവിടെ എഴുതി വെച്ചു, അത് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേറ്റിംഗ്. ദെൻ യൂസിങ് നമ്പർ റിലേഷൻ അവിടെ എന്താ? 3:1 റേഷ്യോയിൽ എനിക്ക് ടോൾ പ്ലാന്റ് ഷോർട്ട് പ്ലാന്റും കിട്ടി, ഇത്ര ടോട്ടൽ എനിക്ക് എത്ര പ്ലാന്റാണ് ഞാൻ എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ കിട്ടിയത്, അങ്ങനെ ഒരു നമ്പർ റിലേഷനും മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റിൽ മെൻ്റൽ പറഞ്ഞിരുന്നു. ഇത് ഒരു എക്സാമ്പിളാണ് മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ്. എല്ലാ എക്സ്പെരിമെൻറ്റിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ദെൻ പ്രെഡിക്റ്റിംഗ്, പിന്നെ പ്രെഡിക്റ്റ് ചെയ്തു
ഓരോരോ കാര്യങ്ങൾ അല്ലേ. എനിക്ക് എത്രത്തോളം ഇപ്പോൾ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാം അടുത്ത ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഒരു പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, പ്രഡിക്ഷൻ, അതും എന്തിൽ വരും? ഡൊമെയിൻ 2 പ്രോസസ് ഡൊമെയിനിൽ വരുന്നതാണ്. ഇനി ബാക്കിയുള്ളത് അടുത്ത സ്ലൈഡിൽ നോക്കാം. യൂസിങ് സ്പേസ് ആൻഡ് ടൈം റിലേഷൻഷിപ്പ്. സ്പേസും ടൈമും എന്ന് പറയുമ്പോൾ ഓരോ ഏരിയയിൽ, ഏത് ഏരിയയിലാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്, ഇത്ര ടൈമിൽ എത്ര ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റി, ഇത്ര ടൈമിനുള്ളിൽ എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്, അതാണ് സ്പേസ് ആൻഡ് ടൈം റിലേഷൻഷിപ്പ്. ദെൻ ഹൈപ്പോത്തൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ചിലപ്പോൾ മെൻ്റൽ എക്സ്പെരിമെൻറ്റ് നടത്തുന്നതിന് മുമ്പ് വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് ഇത്ര ടോൾ പ്ലാന്റ് കിട്ടും, ഇത്ര ഷോർട്ട് പ്ലാന്റ്, ഡ്വാർഫ് പ്ലാന്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ആദ്യമുള്ള ഒരു ഹൈപ്പോത്തസിസിൽ തന്നെയാണോ നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എത്തിച്ചേരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഫറിങ്, പിന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വെച്ച് നമ്മൾ പല കാര്യങ്ങളും ഇൻഫർ ചെയ്യും. നമ്മൾ പല കാര്യങ്ങളും ഇനിയും ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി അല്ലേ, ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്താ. അപ്പോൾ മെൻ്റൽ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്, അപ്പോൾ ടോൾനെസ് എന്ന് പറയുന്നത് ഒരു ഡോമിനൻ്റ് ക്യാരക്ടറാണ് എന്നുള്ളൊരു ഇൻഫറൻസിലെത്തി അല്ലേ. അതേപോലെ തന്നെ ഡ്വാർഫ്നെസ് ഒരു റിസസീവ് ക്യാരക്ടറാണ്, അങ്ങനെ ഒരു ഇൻഫറൻസിൽ എത്താൻ പറ്റി. അതാണ് ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ. ഐഡൻറ്റിഫൈങ് ആൻഡ് കൺട്രോളിങ് ദ വേരിയബിൾസ്, ഏതൊക്കെ വേരിയബിളാണ് ഞാനിവിടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മെൻ്റലാണെങ്കിൽ കളർ ഓഫ് ദ ഫ്ലവർ, അതുപോലെ തന്നെ ടോൾനെസ് ആൻഡ് ഡ്വാർഫ്നെസ്, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്, അതേപോലെ പോഡ്, കളർ, ഷേപ്പ്, അതെല്ലാം മെൻ്റൽ നോക്കി അത് ഏതൊക്കെ വേരിയബിൾസാണ് അവിടെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പ്ലാന്റ് ഗ്രോത്ത് അറിയണം. അപ്പോൾ പ്ലാന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഫെർട്ടിലൈസറും വാട്ടറും. അപ്പോൾ വാട്ടർ ഒരു കൺട്രോൾഡ് രീതി കൊടുത്തിട്ട് ഫെർട്ടിലൈസർ 2 തരത്തിലുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഫെർട്ടിലൈസറിൻ്റെ എഫക്റ്റ് എന്താണ് പ്ലാന്റ് ഗ്രോത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുന്ന വേരിയബിൾ എന്താണ്? വാട്ടർ കണ്ടൻറ്റ്. അതേപോലെ തന്നെ നമ്മൾ ക്രോസ് പോളിനേഷൻ പുറത്തുനിന്ന് നടക്കാതിരിക്കാനായിട്ട്, അതായത് ഒരു ഫ്ലവറിൻ്റെ പോളൻ തന്നെ അതേ ഫ്ലവറിൽ വീഴണം, സെൽഫ് പോളിനേഷൻ മാത്രം നടക്കാനായിട്ട് ക്രോസ് പോളിനേഷനെ കൺട്രോൾ ചെയ്ത് നിർത്താം നമുക്ക് അല്ലേ. അപ്പോൾ ക്രോസ് പോളിനേഷൻ ഒരു കൺട്രോൾഡ് വേരിയബിൾ ആക്കി വയ്ക്കാം. അപ്പോൾ ഏത് വേരിയബിളിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നത്, അങ്ങനത്തെ വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോളിങ് വേരിയബിൾസ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ മേക്കിംഗ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ, ഇൻ്റർപ്രറ്റിംഗ് ഡേറ്റ, എക്സ്പെരിമെൻറ്റിങ്, ഇതെല്ലാം ഒരു സയൻറ്റിസ്റ്റിന് വേണ്ട കഴിവുകളാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ളത്, എക്സ്പെരിമെൻറ്റ് ഫ്രൂട്ട്ഫുള്ളായിട്ട് നടത്താനുള്ളത്. ഇതെല്ലാമാണ് ഈ സെക്കൻഡ് ഡൊമെയിൻ, പ്രോസസ് ഡൊമെയിനിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. തേർഡ് ഡൊമെയിൻ എന്താ? ആപ്ലിക്കേഷൻ ഡൊമെയിൻ. നിങ്ങൾക്കറിയാം നമ്മൾ സയൻസ് പഠിച്ചു, അത് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അത് സയൻസ് പഠിക്കുന്നത് ഫ്രൂട്ട്ഫുൾ ആകുന്നത് അല്ലേ. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഡൊമെയിൻ, ആപ്ലിക്കേഷൻ ഡൊമെയിൻ. ദാറ്റ് ഈസ് യൂസിങ് ആൻഡ് അപ്ലൈയിങ്. The learning of science become meaningful only when the students applying the scientific concepts and process skill effectively to solve their problems in the real life situation. This can be done by correlating science and technology with current social problems. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ടെക്നോളജി നമുക്ക് സോഷ്യൽ പ്രോബ്ലം എങ്ങനെ നമുക്കതിനെ മറികടക്കാം എന്ന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സയൻസും ടെക്നോളജി അല്ലേ. ദെൻ ഡയമെൻഷൻസ് ഓഫ് ദിസ് ഡൊമെയിൻ ആർ, ഏതൊക്കെയാണ് അതിൻ്റെ ഡയമെൻഷൻസ്? critical thinking, seeing instances of scientific concepts in everyday life experiences, applying learned science concepts and skills to everyday technological problems. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ സ്കിൽസും ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ടെക്നോളജിയെ നമ്മൾ സയൻസ് പഠിക്കാനായിട്ട് കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുള്ളായിട്ട് പഠിക്കാനായിട്ട് ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നോളജിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാമെന്ന് സയൻസിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ചെയ്യുക. അതുപോലെ അത് ഇൻ്റർ റിലേറ്റഡ് എന്ന് പറയാം അല്ലേ. അതാണ് ഈ ആപ്ലിക്കേഷൻ ഡൊമെയിനിൽ വരുന്നത്. തേർഡ് ഡൊമെയിനാണ് യൂസിങ് ആൻഡ് അപ്ലൈയിങ്. അതിൽ അണ്ടർസ്റ്റാൻഡിങ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻവോൾവ് ഇൻ ഹൗസ് ഹോൾഡ് ടെക്നോളജിക്കൽ ഡിവൈസസ്. ഹൗസിൽ നമ്മൾ ടെക്നോളജി എല്ലാം, മൈക്രോവേവ്, മിക്സി, എല്ലാത്തിലും ടെക്നോളജി യൂട്ടിലൈസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം മിക്സി, നിങ്ങൾ അരി അരച്ചുകൊണ്ടിരിക്കുക, ഇടയിൽ അത് ഓഫായി പോകും. അപ്പോൾ ശരിക്കും നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് ഓവർലോഡ് ആയി കഴിയുമ്പോൾ ആ മെഷീന് വേറെ ഒരു ഡിഫക്ട്സ് ഉണ്ടാവാതിരിക്കാൻ ഓട്ടോമാറ്റിക്കലി ആ കറണ്ട് കട്ട് ഓഫ് ആവാനുള്ളൊരു പ്രത്യേക ഡിവൈസ് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ആക്ച്വലി അതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ആ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കാതെ റെസ്റ്റ് കൊടുത്ത് അത് കൂൾ ഡൗൺ ആവാനായിട്ട്
വെയിറ്റ് ചെയ്ത് നമുക്കത് പിന്നെ അതിനെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത് നമുക്ക് ആ അറിവുണ്ടെങ്കിൽ മാത്രമാണ് ആ രീതിയിൽ നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യാമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പല രീതിയിലും പല ലൈഫ് സിറ്റുവേഷനിലും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. യൂസിങ് സയൻറ്റിഫിക് പ്രോസസ്സസ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ദാറ്റ് ഒക്കർ ഇൻ എവറി ഡേ ലൈഫ്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് മീഡിയ റിപ്പോർട്ട്സ് ഓൺ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്. അതേപോലെ തന്നെ മീഡിയസിൽ TV, അതേപോലെ തന്നെ പേപ്പർ, ഫേസ്ബുക്ക്, ഇതിലെല്ലാത്തിലും സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സിനെ പറ്റി ഓരോ ന്യൂസ് വരും. അപ്പോൾ അത് നമ്മൾ ഏത് രീതിയിൽ അതിനെ നോക്കി കാണും, എങ്ങനെ അത് മനസ്സിലാക്കാം, അതെല്ലാം മനസ്സിലാവണമെങ്കിലോ ഒരു ബേസിക് നോളജ് നമുക്ക് ഇതിനെപ്പറ്റി വേണം അല്ലേ. മേക്കിംഗ് ഡിസിഷൻ റിലേറ്റഡ് ടു പേഴ്സണൽ ഹെൽത്ത്, ന്യൂട്രീഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് നോളജ്. അതേപോലെ തന്നെ നമ്മുടെ അറിവ് അനുസരിച്ച് നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ് സെലക്ട് ചെയ്യും, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യും, എങ്ങനെ നമ്മൾ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യണമെന്ന് പഠിക്കും. ഇപ്പോൾ തന്നെ കൊറോണ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി അറിഞ്ഞാൽ മാത്രമാണ്. അതിൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാമാണ് എല്ലായിടത്തും ആദ്യം നടന്നത് അല്ലേ. അപ്പോൾ അത് അറിഞ്ഞാൽ മാത്രമാണ് അത് ലൈഫിലേക്ക് നമുക്ക് പകർത്താൻ പറ്റുള്ളൂ. അതേപോലെയാണ് ഓരോ കാര്യങ്ങളും ലൈഫിലുള്ള ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പഠിച്ച കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇൻറ്റഗ്രേറ്റിംഗ് സയൻസ് വിത്ത് അതർ സബ്ജക്ട്സ്. അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്, സയൻസ് എല്ലാ സബ്ജക്റ്റുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു, അതിനെ വേറൊരു സബ്ജക്റ്റിലുള്ള എന്തെങ്കിലും കോൺസെപ്റ്റ്സുമായിട്ട് എങ്ങനെ നമ്മൾ ഇൻ്റർലേറ്റ് ചെയ്യും, കണക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ ഇതെല്ലാം എന്തിൽ വരും, ക്രിട്ടിക്കൽ തിങ്കിങ്ങിലും കൂടെ വരും അല്ലേ. ക്രിട്ടിക്കലി നമ്മൾ തിങ്ക് ചെയ്യുകയും ചെയ്യാം, എന്നാലേ നമുക്ക് അതും ഇതുമായിട്ട് കമ്പാരിസൺ നമ്മൾ നടത്തുന്നു. അടുത്ത ഡൊമൈൻ ഏതാണ്? ഫോർത്ത് വൺ, ആറ്റിറ്റ്യൂഡ് ഡൊമൈൻ. നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സയൻസ് പഠിക്കുന്നതനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ ഫെലോ ബീയിങ്സിനോടുള്ളത്, നേച്ചറിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അങ്ങനത്തെ നമ്മുടെ ആറ്റിറ്റ്യൂഡെ ചേഞ്ച് ചെയ്യും. അതാണ് ആറ്റിറ്റ്യൂഡ് ഡൊമൈനിൽ വരുന്നത്. ഫീലിംഗ് ആൻഡ് വാല്യൂയിങ്, നമ്മൾ എത്ര വാല്യൂ കൊടുക്കും നമ്മുടെ നേച്ചറിന്, അതെല്ലാമാണ് ഈ ഡൊമൈനിൽ വരുന്നത്. ഇതിന് ആറ്റിറ്റ്യൂഡ് ഡൊമൈൻ എന്ന് പറയാം. ദെൻ ആറ്റിറ്റ്യൂഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സയൻസ് ആൻഡ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. അത് രണ്ടാണ്. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സയൻസ് എന്ന് പറഞ്ഞാലോ, സയൻസ് പഠിക്കുക, സയൻസ് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യാം, അത് ബെനിഫിഷ്യലായിട്ട് ഹാൻഡിൽ ചെയ്യണോ അതോ ആളുകൾക്ക് ദോഷമായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യണോ, അത് അങ്ങനത്തെ അല്ല സയൻസിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ആ സയൻറ്റിഫിക് കണ്ണിലൂടെ കാണാനുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് സയൻറ്റിഫിക് attitude. The confidence of students may increase by developing a positive attitude towards problems and subjects. The personality may also develop by inculcating a positive attitude in them. അത് നിങ്ങൾക്കറിയാം അല്ലേ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും. ദ ഡൊമൈൻ ഇൻക്ലൂഡ് ഡെവലപ്പിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സയൻസ് ഇൻ ജനറൽ ആൻഡ് സയൻസ് ഇൻ ജനറൽ എന്ന് പറയുമ്പോൾ സയൻസ് ഇൻ സ്കൂൾ ആൻഡ് സയൻസ് ടീച്ചേഴ്സിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും, അതേപോലെ തന്നെ ഇൻ ജനറൽ സയൻസ് സബ്ജക്റ്റിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡും, ഏത് രീതിയിലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇത് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്ന സയൻസിലെ കണ്ടൻറ്റ് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ ഈ ഒരു കണ്ടൻറ്റ് പഠിക്കുമ്പോൾ അതിൽ ആറ്റിറ്റ്യൂഡ് ഡൊമൈനിൽ എന്തെല്ലാം വരുമെന്ന്, അതിൽ എന്ത് ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ് ആ കുട്ടിക്ക് വരുന്നത് അത് നമ്മൾ എഴുതും അല്ലേ. ഇപ്പോൾ എന്താ നമ്മൾ ഹാർട്ട് ബീറ്റിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് അത് എന്താ പറയുക ഫിസിക്കൽ എക്സസൈസ് എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്കിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്താ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ് ആ കുട്ടിയിൽ വരുന്നത്. അതായത് എൻ്റെ ഒരു ഹെൽത്തി ഹാർട്ട് എപ്പോഴും എനിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആ കുട്ടിയിൽ വരും അല്ലേ. അതാണ് ആറ്റിറ്റ്യൂഡ് ഡൊമൈൻ. ആറ്റിറ്റ്യൂഡ് എന്താ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് ഏത് കണ്ടൻറ്റ് പഠിച്ചാലും. അപ്പോൾ നിങ്ങൾ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ അങ്ങനെ എഴുതേണ്ടി വരും, ഓരോരോ ഡൊമൈനിലായിട്ടായിരിക്കും നിങ്ങൾ എഴുതണേ. ഓക്കെ, പിന്നെ ഏത് ടൈപ്പിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെ? ഡെവലപ്പിംഗ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വൺ സെൽഫ്, നമ്മളോട് നമ്മളുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മൾ കാണുന്നത് തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കും. ദെൻ എക്സ്പ്ലോറിങ് ഹ്യൂമൻ ഇമോഷൻ, മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ദെൻ ഡെവലപ്പ് സെൻസിറ്റിവിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ദ ഫീലിങ്സ് ഓഫ് അതർ പീപ്പിൾ. എമ്പതിക്, അത് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. എക്സ്പ്രസിങ് പേഴ്സണൽ ഫീലിങ്സ് ഇൻ എ കൺസ്ട്രക്റ്റീവ് വേ, നമ്മുടെ ഫീലിംഗ് വേറൊരാടെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ കൺസ്ട്രക്റ്റീവ്
കൺസ്ട്രക്റ്റീവായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ. മേക്കിംഗ് ഡിസിഷൻ അബൌട്ട് പേഴ്സണൽ വേ. നമുക്ക് ഒരു പ്രോബ്ലത്തിൽ എത്തിയിരിക്കുന്നു, ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയത്ത് ഏത് രീതിയിലുള്ള ഡിസിഷനാണ് നമ്മൾ എടുക്കണേ. അപ്പം നമ്മുടെ മൊറയിലനുസരിച്ചായിരിക്കും നമ്മളവിടെ ഡിസിഷൻ എടുക്കുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കും നമ്മളൊരു ഡിസിഷനിലെത്തുന്നത്. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾ എപ്പോഴും ഒരു കറക്റ്റ് ഡിസിഷനായിരിക്കും എടുക്കുന്നത്. മേക്കിംഗ് ഡിസിഷൻ അബൌട്ട് പേഴ്സണൽ വേ, മേക്കിംഗ് ഡിസിഷൻ അബൌട്ട് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ. അതേപോലെ തന്നെ ഒരു സോഷ്യൽ ഇഷ്യൂ വന്നു, ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ വന്നു, നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കണം, എന്തിനു വേണ്ടി പ്രവർത്തിക്കണം, അതെല്ലാം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തിൽ വരും? ആറ്റിറ്റ്യൂഡ് ഡൊമൈനിൽ വരും. അടുത്ത ഡൊമൈൻ എന്താണ്? ക്രിയേറ്റിവിറ്റി ഡൊമൈൻ. നിങ്ങൾക്കറിയാം, പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല ക്രിയേറ്റിവിറ്റി. നമ്മൾ ഒരു കാര്യം നോയിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കി പഠിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, പല പല പ്രോസസ്സിൽ കൂടെ നമ്മൾ പോയി, പിന്നെ നമ്മൾ അത് അപ്ലൈ ചെയ്തു ഡേ ടു ഡേ ലൈഫിൽ. അപ്പോൾ അതെങ്ങനെ നമ്മളെ ആ പ്രോബ്ലത്തിൽ നിന്ന് ഹെൽപ്പ് ചെയ്തു, ഏത് രീതിയിൽ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റി എന്നുള്ളതെല്ലാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഓരോ തവണ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അല്ലേ. പിന്നെ അതുപോലെ അതിനുശേഷം അടുത്തൊരു ലെവലിലേക്ക് വരുമ്പോഴാണ് എന്ത്, നമ്മുടെ ആറ്റിറ്റ്യൂഡും സയൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് നമ്മളത് കാണുന്നത്. ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് നമ്മളിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരും? അതൊരു ക്രിയേറ്റീവ് ലെവലിലേക്ക് വരും. ഇപ്പോൾ നമുക്കറിയാം, ഒരു ക്ലാസ്സിലുള്ള കുട്ടികളിൽ 3-4 കുട്ടികൾ ക്രിയേറ്റീവായിരിക്കും. കാരണം അവരുടെ ആ ലെവൽ ഓഫ് നോളജ് ക്രിയേറ്റിവിറ്റി ലെവൽ വരെ എത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ എന്താ പറയുക, ആപ്ലിക്കേഷൻ ഡൊമൈൻ, ആറ്റിറ്റ്യൂഡ് ഡൊമൈനും കഴിഞ്ഞു വരുന്നൊരു ഡൊമൈനാണ് ക്രിയേറ്റിവിറ്റി ഡൊമൈൻ. ഇമേജിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഈസ് ഇമാജിൻ ചെയ്യുക. നമ്മൾ ഇമാജിൻ ചെയ്യുകയും ഇമാജിനിങ് ആട്ടോ, ഇമാജിനിങ് എന്നും കൂടെ ഉണ്ട്. ഇമാജിനിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി ഡൊമൈൻ. ഹ്യൂമൻ എബിലിറ്റീസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഡൊമൈൻ. എന്തൊക്കെ എബിലിറ്റിയാണ് ഈ ഡൊമൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? വിഷ്വലൈസിങ് ആൻഡ് പ്രൊഡ്യൂസിങ് മെൻ്റൽ ഇമേജസ്. നമുക്ക് വളരെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലേ. ദെൻ കമ്പൈനിങ് ഒബ്ജക്ട്സ് ആൻഡ് ഐഡിയാസ് ഇൻ എ ന്യൂ വേ. അതായത് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു, പല ഒബ്ജക്റ്റിനെ പറ്റി പഠിച്ചു, പല കോമ്പിനേഷൻ പഠിച്ചു, അത് വേറൊരു രീതിയിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ പുതിയ ഒബ്ജക്റ്റ് കിട്ടും. അതാണ് കമ്പൈനിങ് ഒബ്ജക്ട്സ് ആൻഡ് ഐഡിയാസ് ഇൻ എ ന്യൂ വേ. പ്രൊഡ്യൂസിങ് ഓൾട്ടർനേറ്റ് ഓർ അൺയൂഷ്വൽ യൂസ് ഓഫ് ഒബ്ജക്ട്സ്. സാധാരണ യൂസ് ചെയ്യുന്നപ്പോൾ നിങ്ങൾ ഇന്നോവേറ്റീവ് ചാർട്ട് ഉണ്ടാക്കാൻ നിങ്ങളോട് പറയും. അതായത് നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ടാക്കും. അതിനൊരു ഇന്നോവേഷൻ നമ്മുടെ ഉള്ളിൽ വേണം അല്ലേ. അതാണ് പ്രൊഡ്യൂസിങ് alternate or unusual uses for the objects, solving problems and puzzles. എപ്പോഴും ഉള്ള രീതിയിലല്ലാതെ വേറൊരു രീതിയിലൂടെ പ്രോബ്ലം നല്ല രീതിയിൽ സോൾവ് ചെയ്യുക. ദെൻ ഡൈവേർജൻറ്റ് തിങ്കിങ്. ഒരു പോയിന്റിലേക്ക് നിൽക്കാതെ പല രീതിയിൽ അതിനുള്ള സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുക. ഡൈവേർജൻറ്റ് തിങ്കിങ്. യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ക്വസ്റ്റ്യന് ഓരോ ആളുകൾക്കും പല ആൻസർ ആയിരിക്കും. അതായത് പല ഡൈവേർജൻറ്റ് തിങ്കിങ് നടക്കുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും, ആ ക്വസ്റ്റ്യന് പല ആൻസേഴ്സ് ഉണ്ടാവും. സബ്ജക്റ്റീവ്, ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒറ്റ ആൻസർ ആയിരിക്കില്ല, പലർക്കും പല ആൻസർ ഉണ്ടാവും അതിന്. അപ്പോൾ പലരും പല തലത്തിൽ ചിന്തിക്കുകയും പല പല ആൻസേഴ്സ് കിട്ടുകയും ചെയ്യും അതിന്. ദെൻ ഇമാജിനേഷൻ. ഇമാജിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പറയും കവിത എഴുതുന്നവർ, പടം വരയ്ക്കുന്നവർക്ക് അവർക്കൊക്കെ ഭയങ്കര ഇമാജിനേഷൻ ഉള്ളവരാണെന്ന് പറയും അല്ലേ. അതാണ് ഇമാജിനേറ്റീവ് ഡൊമൈൻ. ആ ഡൊമൈനിലാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മൾ ഇമാജിൻ ചെയ്യും ഓരോ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാവുന്ന പല ഒബ്ജക്റ്റും പല രീതിയിൽ കമ്പൈൻ ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അതേപോലെ തന്നെ എല്ലാവരും സോൾവ് ചെയ്യുന്നതിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു പ്രോബ്ലം വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഇതെല്ലാം ഉള്ള ആ കഴിവുകളിൽ എല്ലാം വരുന്ന ഡൊമൈനാണ് ക്രിയേറ്റിവിറ്റി ഡൊമൈൻ. ഇങ്ങനെ ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള ആളുകളോ ഡിസൈനിങ് ഡിവൈസസ് ആൻഡ് മെഷീൻസ്. പുതിയ മെഷീൻസും ഡിവൈസസും ഡിസൈൻ ചെയ്യാൻ പറ്റും അവർക്ക്. പ്രൊഡ്യൂസിങ് അൺയൂഷ്വൽ ഐഡിയാസ്. അവർക്ക് പുതിയ ഐഡിയാസ്, ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത പല പല ഐഡിയാസിൽ അവരെത്തിച്ചേരും. അതെല്ലാമാണ് ക്രിയേറ്റിവിറ്റി ഡൊമൈനിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ, നേച്ചർ ഓഫ് സയൻസ് ഡൊമൈൻ. നേച്ചർ ഓഫ് സയൻസ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, സയൻസ് പോസിറ്റീവ് വേയിലും യൂട്ടിലൈസ് ചെയ്യാം, നമുക്ക് നെഗറ്റീവ് വേയിലും യൂട്ടിലൈസ് ചെയ്യാം. അതായത് എല്ലാ പ്രോബ്ലത്തിനുള്ളൊരു ആൻസർ അല്ല സയൻസ്. സയൻസിന് അതിൻ്റേതായ നെഗറ്റീവ് വശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആ രീതിയാണ് അത്. നേച്ചർ ഓഫ് സയൻസിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്. സയൻസ് ഈസ് ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്ലെക്സ്. ഫ്ലെക്സിബിലിറ്റി ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് സയൻസ് ആർ വാല്യുബിൾ കോൺട്രിബ്യൂഷൻ ഓഫ് മെനി സയൻറ്റിസ്റ്റ് അല്ലേ. ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റാണെന്ന് വേറൊരു സയൻറ്റിസ്റ്റ് പ്രൂവ് ചെയ്യും. ഫ്ലെക്സിബിളാണ് സയൻസ് എന്ന് പറയുന്നത്.
ദെൻ എ സ്റ്റുഡൻറ്റ് ഷുഡ് ബി ഏബിൾ ടു റിയലൈസ് ദ ഡ്രോബാക്സ് ഓഫ് സയൻസ്. നമ്മൾ പറഞ്ഞു അതിൻ്റെ ചീത്ത വശങ്ങൾ, നെഗറ്റീവ് വശങ്ങൾ. നമുക്കറിയാം ആറ്റം ബോംബ് ഉണ്ടാക്കാൻ, വേറെ രാജ്യത്തെ നശിപ്പിക്കാൻ, അതെല്ലാം നമ്മൾ സയൻസ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം കുട്ടികൾ മനസ്സിലാക്കണം. വിച്ച് ഹി ഗെറ്റ്സ് ഓവർവെൽംഡ് വിത്ത് അച്ചീവ്മെൻറ്റ്സ് ഓഫ് സയൻസ്. പക്ഷേ അച്ചീവ്മെൻറ്റ് മാത്രം കണ്ട് നമ്മൾ ഓവർവെൽം ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതിൽ പ്രഭയിൽ നമ്മൾ അതിൻ്റെ ഇൽ എഫക്ട്സ് കാണാതെ പോകരുത്, കുട്ടികൾ കാണാതെ പോകരുത്. അതാണ് ഹി ഷുഡ് റിയലൈസ് ദ ഫാക്ട്സ് ദാറ്റ് സയൻസ് ഈസ് not an on-hand solution for all the problems around him. ഫോർ ഓൾ ദ സൊല്യൂഷൻ, അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രോബ്ലത്തിലുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ വിചാരിക്കരുത് കുട്ടികൾ. ഹി ഷുഡ് റെക്കഗ്നൈസ് ദ നേച്ചർ ഓഫ് സയൻസ്. സയൻസിൻ്റെ നേച്ചർ റെക്കഗ്നൈസ് ചെയ്യാൻ ഓരോ കുട്ടിക്കും പറ്റണം. ഇതെല്ലാമാണ് 6 ഡൊമെയിനായിട്ട് മാക്കമാക് ആൻഡ് ഡാഗർ തിരിച്ചിരിക്കുന്ന 6 ഡൊമെയിൻസ് ഇതെല്ലാമാണ്. ഓക്കെ, അപ്പോൾ ഏതെല്ലാമായിരുന്നു? ഫസ്റ്റ് വൺ എന്താണ്? കോൺസെപ്ച്വൽ ഡൊമെയിൻ, അതിൽ നോയിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വന്നു. പിന്നെ രണ്ടാമത്തത് പ്രോസസ് ഡൊമെയിൻ വന്നു. അതിൽ 13 ചെറിയ സ്മോളർ സ്റ്റെപ്സ്, പ്രോസസ്സസ് ഉണ്ടായിരുന്നു. ഒബ്സർവിങ് മുതൽ പ്രോസസ്സസ് വന്നു. അതിനുശേഷം ആപ്ലിക്കേഷൻ ഡൊമെയിൻ വന്നു. ദെൻ ക്രിയേറ്റിവിറ്റി ഡൊമെയിൻ, ദെൻ ദ നേച്ചർ ഓഫ് സയൻസ് ഡൊമെയിൻ. അങ്ങനെ 6 ഡൊമെയിൻസ് ആയിട്ടാണ് സയൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് അർത്ഥം, അല്ലേ? സയൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അങ്ങനെ 6 ഡൊമെയിനിലായിട്ടാണ്. ഈ 6 ഡൊമെയിനിലായിട്ടാണ് നിങ്ങളുടെ ലെസൺ പ്ലാൻ എഴുതുന്നത്. ഇനി നമ്മൾ ലെസൺ പ്ലാൻ എഴുതുന്ന രീതി പഠിക്കും. അപ്പോൾ നമുക്ക് ഈ ഡിവൈഡ് ചെയ്ത് ഇതേപോലെ 6 ഡൊമെയിനിലാക്കി തന്നെയാണ് നിങ്ങൾ ലെസൺ പ്ലാൻ എഴുതുന്നത്, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് എടുത്തിട്ട് അതിൽ വരുന്ന കോൺസെപ്റ്റ്സ് ഏതാ, ഫാക്ട്സ് എന്താ, അതെല്ലാം കണ്ടിട്ട് ഓരോരോ ഡൊമെയിനിലാക്കി നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്ത് ലെസൺ പ്ലാൻ രൂപത്തിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇത് തിയറി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു കണ്ടൻറ്റ് എടുത്തിട്ട് ഓരോരോ ഡൊമെയിനിലേക്ക് തിരിച്ച് നമുക്ക് ലെസൺ പ്ലാൻ എഴുതി കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ.